നമസ്കാരം. ഇത് പുരുഷൻ. ഞാൻ ഇനി പറയാൻ പോകുന്ന കഥയിലെ നായകനാണ്. പുരുഷൻ അമ്മയോട് യാത്ര പറഞ്ഞ് അടിയന്തരമായി ഡൽഹിക്ക് പോവുകയാണ്. പോകും വഴിക്കാണ് അപ്രതീക്ഷിതമായി ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. വഴിയിൽ പോലീസ് ടാക്സി തടഞ്ഞു നിർത്തി. നോക്കിയപ്പോൾ ഒരാൾക്കൂട്ടം. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. ആത്മഹത്യയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പുരുഷന് ഇറങ്ങി നോക്കിയപ്പോൾ അത് പരിചയമുള്ളൊരു മുഖമാണല്ലോ എന്ന് മനസ്സിലായി. അയാൾ തിരിച്ചു നടന്നു. പിന്നീട് പുരുഷൻ എങ്ങോട്ടാണ് പോയത്? നമ്മളെ കേരളീയ ജീവിതത്തിലെ ട്വിസ്റ്റുകളും യാഥാർത്ഥ്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും അവസ്ഥകളും സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, കുറച്ച് ദശകങ്ങൾക്കപ്പുറമുള്ള കാലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അമ്മയറിയാൻ എന്ന സിനിമയുടെ ആരംഭമാണിത്. ജോൺ എബ്രഹാമിൻ്റെ അമ്മയറിയാൻ. ജോയ് മാത്യു നായകനായ പുരുഷനെ അവതരിപ്പിച്ച സിനിമ. 1986 ജനകീയ സിനിമാവേദി ഒഡേസയിലൂടെ ജനിച്ച സിനിമ 40 വർഷങ്ങൾക്കിപ്പുറം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദരിക്കപ്പെട്ടു. നമ്മുടെ അഭിമാനമായ നടൻ ജോയ് മാത്യുവും എഡിറ്റർ ബീന പോളും അവിടെ സിനിമയ്ക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങാൻ പോയി. ഈ സാഹചര്യത്തിലാണ് അമ്മയറിയാൻ എന്ന സിനിമയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അമ്മയറിയാൻ കണ്ട കാലം മുതൽ പുരുഷനും കൂട്ടുകാരുടെ ആ കൂട്ടവും ഹരിയുടെ അമ്മയും മനസ്സിലൊരു വിങ്ങലായി നിൽപ്പുണ്ട്. ഇന്നും അതിൻ്റെ തീവ്രത മാറിപ്പോയിട്ടില്ല. പുരുഷൻ ആ കൂട്ടുകാരനെ തിരിച്ചറിയുന്നുണ്ട് പിന്നീട്. അത് തങ്ങളുടെ പ്രിയപ്പെട്ട ഹരിയാണ് എന്ന്. ആരാണ് ഹരി എന്ന് സിനിമയിൽ നേരിട്ട് പറയുന്നില്ല, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒടുവിൽ ഹരിയുടെ അമ്മയെ തേടി പോവുകയാണ് മരണം അറിയിക്കാൻ. അമ്മയെ തേടിയുള്ള ആ യാത്രയിൽ പുരുഷനൊപ്പം ഓരോരുത്തരായി അവരുടെ കൂട്ടുകാർ അണിനിരക്കുകയാണ്. അതോടുവിൽ ഒരു മനുഷ്യ നദിയാകും. ആകുലതകളുടെ, രോഷാഗ്നിയുടെ, അസ്വസ്ഥതകളുടെ, പ്രതിഷേധത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒക്കെ ഒരു നീണ്ട നദി. അവർ അമ്മയെ കാണാൻ പോകുന്നത് കേരളത്തിലൂടെയാണ്. ഇന്ന് ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ നവഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സമീപനങ്ങൾ കടുത്ത നിലയിൽ വിമർശിക്കപ്പെടുമ്പോൾ ഇക്കാലത്തിൻ്റെ കൂടി പരിച്ഛേദമായ ഒരു കേരളീയ കാലത്തെ അടയാളപ്പെടുത്തിയ സിനിമ എന്ന നിലയിൽ അമ്മയറിയാൻ കാനിൽ ആദരിക്കപ്പെടുമ്പോൾ അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് ഹരിയുടെ മരണം അറിയിക്കാൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്കുള്ള യാത്രയിൽ ഒരു കേരള കാലം വരച്ചു കാട്ടുന്നുണ്ട്. മലയാളി ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളഞ്ഞുകൂടാത്ത, ഇനിയും എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കടന്നു വന്നേക്കാവുന്ന, ഇന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു കാലം. ഒരു ഭാഗത്ത് മാവോ, മാർക്സ്, വേറൊരു ഭാഗത്ത് ഗാന്ധിജിയിൽ തുടങ്ങി ഇന്ദിരാഗാന്ധിയിലെത്തിയ രാഷ്ട്രീയ ധാര, ഏകാധിപത്യത്തിൻ്റെ പോലീസ് താടനം, അതിജീവനത്തിനായി പൊരുതുന്ന തൊഴിലാളികൾ, പാറമടയിലെ സമരങ്ങൾ, 1 കിലോ അരിക്കും പഞ്ചസാരക്കുമായി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, വിഷമദ്യ ദുരന്തം, വാസ്കോഡഗാമയെ അടക്കം ചെയ്ത പള്ളി, മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന യുദ്ധം. അങ്ങനെ ആ യാത്രയിൽ പുരുഷനും കൂട്ടുകാരും എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത്. അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജോൺ എബ്രഹാമിൻ്റെ ആവിഷ്കാര ശൈലി വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ സമാന്തര സിനിമ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം പുതിയ കാലത്തിന് പോലും ഒരു പൂക്കി പിള്ളേരെ പോലും കണ്ടിരുത്തുന്ന അവതരണം. ആകാംക്ഷയും അതിൽ ഉൾച്ചേർത്ത ജീവിതസന്ധികളും വൈകാരിക നിമിഷങ്ങളുമെല്ലാം അടങ്ങിയ അമ്മ അറിയാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അമ്മയറിയാൻ കാണുമ്പോൾ നമ്മൾ അതിലെ ഒരു നിഴലായി സ്വയം മാറുന്നുണ്ട്. അറിയാതെ അങ്ങ് മാറിപ്പോവും. പുരുഷൻ്റെയും കൂട്ടുകാരുടെയും യാത്രക്കൊടുവിൽ അമ്മയുടെ അടുത്ത് അവർ എത്തും. അവിടെ അമ്മയോട് പറയാൻ. അമ്മ അപ്പോൾ ഒരു പള്ളിയിൽ ഏതോ ഒരു കുഞ്ഞിന് മാമോദിസ മുക്കുന്ന പരിപാടിയിലായിരുന്നു. ഞങ്ങൾ കാണാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അമ്മ അവിടെ നിൽക്കും, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ ആൺകൂട്ടം ആ അമ്മയെ കാത്ത് അവിടെ നിൽക്കും. ഒടുവിൽ അമ്മ വരുമ്പോൾ പുരുഷൻ പറയേണ്ട കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ആവർത്തിച്ച് ആശങ്കപ്പെടും. അമ്മയുടെ വരവുണ്ടാകും പിന്നെ നമ്മുടെ ഉള്ളിലേക്കുന്ന ഒരനുഭവമാണ്. അതുവരെ നമ്മൾ സഞ്ചരിച്ച വഴികളിൽ ഉള്ളിൽ കുടിയേറിയ നാട്, എതിരനുഭവങ്ങളുടെ കൂമ്പാരം, പുരുഷനും സ്ത്രീയും നേരിട്ട ജീവിതത്തെ ഒന്നിച്ച് ജീവിച്ചു തീർക്കാൻ പാടുപെടുന്ന മനുഷ്യരുടെ കഥ. ആ കഥകളുടെ അനുയായികളായി പുരുഷനും കൂട്ടരും ഒടുവിൽ അവരുടെ ആത്മഹത്യ ചെയ്ത കൂട്ടുകാരൻ്റെ അമ്മയുടെ അടുത്ത്. അവസാനം ഒരു കണ്ണുനീർത്തുള്ളിയുടെ അഗാധഗർത്തത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ അമ്മയുടെ പിന്നിലെ സുരക്ഷിതത്വത്തിൽ അവരെല്ലാം അഭയം തേടിയത് കാണാം. സിനിമ അവസാനിക്കുമ്പോൾ നമ്മളും. ഒരു ഗംഭീര അനുഭവമാണ് അമ്മയറിയാൻ. സമകാല കേരളത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്ത് എന്തായിരുന്നു കേരളം എന്ന് കാണിച്ചു തരുന്ന സിനിമയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കടന്ന് പൂക്കിയ തലമുറയൊന്നാകെ കണ്ടിരിക്കേണ്ട സിനിമ. ഒരിക്കൽ കൂടി നാം തിരിച്ചു നടക്കണോ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളോട് തന്നെ ചോദ്യം ഉയർത്തേണ്ട സിനിമ. വേണ്ട, നമുക്ക് മുന്നോട്ട് നടക്കണം എന്നാഗ്രഹിക്കുമ്പോഴും കടന്നു വന്ന വഴികളിൽ രക്തം വീണ ചോരച്ചാലുകൾ ഒരു മുന്നറിയിപ്പായി എന്നും ജാഗ്രതയോടെ ഉള്ളിൽ കൊണ്ടു നടക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അമ്മയറിയാൻ. ഒരുപക്ഷെ കേരളം ഒരു വസന്തകാലത്തിന് ശേഷം ആ സിനിമ വേണ്ട വിധം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഒരാളാണ് ഞാൻ. ഇക്കാലത്ത് കാനിൽ അതിനൊരു അവസരമുണ്ടായി എന്നത് പുതിയൊരു തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മയറിയാൻ സിനിമയിൽ സഹകരിച്ച പ്രധാനികളിൽ 2 പേരാണ് ഇപ്പോൾ കാനിൽ ആദരിക്കപ്പെട്ടത്. അമ്മയറിയാൻ കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനവും പുസ്തക പ്രസാധനവും എല്ലാം കഴിഞ്ഞ് നായകൻ ജോയ് മാത്യു മാധ്യമപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു.
ദശകങ്ങൾക്ക് ശേഷമാണ് ഷട്ടറിലൂടെ സംവിധായകനായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് ആമേനിലൂടെ മികച്ച നടൻ എന്ന പേരും നേടി. ഇന്ന് മലയാളികൾക്ക് ഒരുപക്ഷെ അറിയാവുന്നത് അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ജോയ് മാത്യുവിനെ, പിന്നെ കടുത്ത CPIM വിമർശകൻ എന്ന നിലയിലും. പക്ഷെ അതൊന്നുമല്ല ജോയ് മാത്യു, അല്ലെങ്കിൽ അതുമാത്രമല്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കാനിലെ ആദരവിൻ്റെ പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസ് എഴുതിയൊരു കുറിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അദ്ദേഹം പറയുന്നു, ജോയ് മാത്യു ഒരു ചരിത്രമാണ്. ജോയിയേക്കാൾ വലിയ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നവനാണ്, അല്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നവൻ. ഒഡേസ കളക്റ്റീവാണ് അമ്മയറിയാൻ നിർമ്മിച്ചത് 86-ൽ. ഒഡേസ ഒരു ജനകീയ സിനിമ പ്രസ്ഥാനമായിരുന്നു. ജനം പിരിച്ച കാശിൽ നടന്നുപോയ സിനിമ നിർമ്മാണം, പാരലൽ സിനിമാ നിർമ്മാണത്തിന് സമാന്തര ഫണ്ട് സമാഹരണവും നടത്തിയ കൂട്ടായ്മ. അടിയന്തരാവസ്ഥയുടെ കക്കയം ക്യാമ്പുകളുടെ കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സോവിയറ്റ് യൂണിയൻ മോഡൽ കമ്മ്യൂണിസം പോലും കലമുടച്ചു തുടങ്ങിയിരുന്നു. നിരാശാഭരിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിഷാദത്തിൽ നിന്നാണ് അമ്മ അറിയാനിലേക്ക് ജോൺ അബ്രഹാം നടന്നെത്തിയത്. അരവിന്ദനും മൃണാൾ സെന്നുമൊക്കെ തുടങ്ങിയ ഇടത്തുനിന്ന് സാംസ്കാരിക വേദിയൊക്കെ ഉൽപ്പാദിപ്പിച്ച അനേകം മുന്നേറ്റങ്ങളിലൊന്ന് കോഴിക്കോടായിരുന്നു ഊർജ്ജ കേന്ദ്രം. ലോസ്റ്റ് ജനറേഷനാണത്. അങ്ങനെയാണ് അമ്മ അറിയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റീലിൽ നിന്ന് 4Kയിലേക്ക് മാറ്റി പണിതെടുത്തത്. പക്ഷേ മനുഷ്യജന്മങ്ങളെ അങ്ങനെ പണിതെടുക്കാൻ പറ്റില്ലല്ലോ. അമ്മയറിയാൻ കാലത്തിൽ നിന്ന് ഫ്രാൻസിലെ കാനിലേക്ക് ജോയ് മാത്യു ഒരു ചരിത്രത്തിൻ്റെ പാലമാണിട്ടത്. മുന്നേ പറഞ്ഞ ചരിത്രത്തിന് മേൽ പാൻറ്റും കൂട്ടുമിട്ട് നിന്നത്. ജോയ് അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് 60കളുടെ 2ാം പാദത്തിലാണ്. നരവീണതെല്ലാം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവൻ, നരവീഴാത്ത രാഷ്ട്രീയക്കാരൻ. അരാജക ജീവിതങ്ങൾ ചുറ്റിലും ആടിയപ്പോഴും കുഴഞ്ഞു വീണപ്പോഴും ജോയ് പിടിച്ചു നിന്നത് ചാലിശ്ശേരി കച്ചവട പാരമ്പര്യത്തിൻ്റെ ജനിതക മേക്കിങ്ങിലായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായും ഒരു കലാകാരനും രാഷ്ട്രീയ ജീവിയുമായിരുന്നു ജോയ്. ഈ വൈരുദ്ധ്യം ജോയിയുടെ കൂടപ്പിറപ്പായിരുന്നു. അങ്ങനെ ചെയ്ത കച്ചവടത്തിലെല്ലാം കലയും രാഷ്ട്രീയവും കലാപ്രവർത്തനങ്ങളും കലമ്പലുണ്ടാക്കി. കച്ചവടം പൊട്ടി. കടക്കാരനായി ചാലിശ്ശേരി ബ്രാൻഡ് ജനിതക ഘടനയുടെ ബലത്തിൽ ജോയ് ഇതിനെയെല്ലാം അതിജീവിച്ചു. അതിജീവിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഷട്ടർ ഉണ്ടായത് 2012-ൽ. ഒഡൈസയുടെ ഒരു എക്സ്റ്റൻഷനായിരുന്നു കേവലാർത്ഥത്തിൽ ഷട്ടർ. ജോയ് തന്നെ നിർമ്മാതാവും സംവിധായകനും നടനും ഫണ്ട് റൈസറുമായി. ജോയ് മുഖ്യധാരാ സിനിമയിലേക്ക് മാമോദിസം മുങ്ങി. പക്ഷെ താരമായില്ല. അതിനൊരു കെമിസ്ട്രി വേറെയാണ്. ഒഡേസക്കാലം ജോയിൽ ഇടവേളയിട്ട് കയറി വരും. റിബലാവും, ധിക്കാരിയാവും. പലരും അടക്കത്തിൽ പറയുന്നത് ജോയ് ഉറക്കെ പറയും. അങ്ങനെ പറയുന്ന ജോയിയാണ് നാട്ടുകാരറിയുന്നത്. പക്ഷേ ജോയിയുടെ നിർമ്മിതി ഒഡേസ കാലത്തിലേതാണ്. ജനകീയ സാംസ്കാരിക വേദിയുടേതാണ്. ദാരിദ്ര്യം ഇലയിട്ട് ഊണ് കഴിച്ചതിൻ്റേതാണ്. അപഹസിക്കപ്പെട്ടതിൻ്റേതാണ്. അങ്ങനെയാണ് ജോയ് കാനിലെ റെഡ് കാർപ്പറ്റിൽ നിന്ന് മീശ പിരിച്ചത്. പിരിച്ചുവിട്ടിട്ടും പിരിഞ്ഞു പോവാത്ത ഒരു നീതിബോധം കേരളത്തിനുണ്ട്. അത് ഉൽപ്പാദിപ്പിച്ച ഒരു കാലത്തിലേക്കും ചരിത്രത്തിലേക്കുമുള്ള പാലമാണ് ജോയ് മാത്യു. 4Kയിൽ പുനർനിർമ്മിച്ച ഒരു ചരിത്രവും അതിൻ്റെ സഹയാത്രികനും എന്നാണ് ജേക്കബ് തോമസ് കുറിച്ചത്. ഇക്കാലം ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സിനിമ അമ്മയറിയാൻ കാനിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന എന്ന ആഹ്ലാദം നമുക്ക് മുന്നിലുണ്ട്. അവിടെ പോയി മീശ പിരിച്ച ജോയ് മാത്യു അമ്മയറിയാൻ വീണ്ടും നമ്മളിലേക്ക് എത്താനുള്ള ഒരു സന്ദേശം കൂടി, ഒരു പാലം കൂടി ഇട്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ആവർത്തിച്ച് അമ്മയറിയാൻ കാണാം. നന്ദി, നമസ്കാരം.